വേൾഡ് കപ്പിനായുള്ള കാത്തിരിപ്പ് ഇന്ത്യ ഇത്തവണ കൈവിടുമെന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇന്ത്യയുടെ വലിയൊരു ദൗർബല്യം ഇതിനോടകം പുറത്തായി കഴിഞ്ഞു. പക്ഷേ മറ്റു ടീമുകൾക്കത് മുതലാക്കാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഓസീസ് എന്ന വമ്പൻ ടീം ഇത് മുതലാക്കാനിടയുണ്ട്. ടീം ഇന്ത്യക്ക് ഇപ്രാവശ്യം റൺ ചേസിംഗിലേക്ക് വരുമ്പോൾ പറയത്തക്ക മേൽക്കൈ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇതുവരെയുള്ള മത്സരങ്ങളെടുത്താൽ ഇന്ത്യൻ മുൻനിര ബാറ്റർമാർക്ക് ദൈർഘ്യമേറിയ ഇന്നിംഗ്സുകൾ കളിക്കാനായിട്ടില്ലെന്ന് കാണാം. മധ്യനിരയോ ലോവർ ഓർഡറെയാണ് ഇന്ത്യയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ബൗളർമാരുടെ ഗംഭീര പ്രകടനവും. രോഹിത് കോഹ്ലി ഓപ്പണിംഗ് ജോഡി ഇതുവരെ ക്ലിക്കായില്ല. മൂന്നാമത് വരുന്ന പന്താവട്ടെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്ന തരത്തിൽ കണ്ണടപ്പൻ ശൈലിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എതിർ ടീം ഫീൽഡർമാർ ക്യാച്ച് കളഞ്ഞ് പന്തിനെ രക്ഷപ്പെടുത്തുന്നത് കൊണ്ട് പന്ത് രക്ഷപ്പെട്ടു പോകുന്നു. നാലാമനായി സൂര്യ വരുമ്പോൾ 2 50+ സ്കോർ നേടിക്കൊണ്ട് ബാക്കിയുള്ളവയിൽ ഫ്ലോപ്പ് ആവുകയും ചെയ്തു. അഞ്ചാമനായ ദുബൈയാവട്ടെ ബംഗ്ലാദേശുമായുള്ള മത്സരത്തിൽ മാത്രമേ നന്നായി കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ടോപ്പ് 5-ന് ഒട്ടും തന്നെ സ്ഥിരതയില്ലെന്ന് ഉറപ്പിച്ചു പറയാം. അതുകൊണ്ട് തന്നെയാണ് റൺ ചേസിംഗിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് പണി കിട്ടാൻ പോകുന്നതും. രോഹിതും കോഹ്ലിയും പതിവ് പോലെ നേരത്തെ ഔട്ടാവുകയും പന്ത് ചുമ്മാ അടിച്ച് വിക്കറ്റ് വലിച്ചെറിയുകയും ചെയ്യുമ്പോൾ ആകെ സമ്മർദ്ദത്തിലാവും. മധ്യ ഓവറുകളിൽ തുടർച്ചയായി അടുത്തടുത്ത് വിക്കറ്റുകൾ പോകുന്നത് മുൻ മത്സരങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള കൂട്ടത്തകർച്ച ഇന്ത്യ ഇനിയുള്ള മത്സരങ്ങളിൽ ഒഴിവാക്കേണ്ടത് പ്രധാനമാണ്. ഇതുപോലുള്ള പുതുപുത്തൻ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.